Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയോടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 6th സെമസ്റ്റർ എക്സാംസ് മാർച്ച് 20th സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് നമ്മൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 4 സബ്ജക്ട്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇൻകം ടാക്സ് ആൻഡ് GST ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6th സെമസ്റ്റർ ബികോം സ്റ്റുഡൻസിന്റെ പ്രോബ്ലം പേപ്പറാണ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്. മിക്ക പേപ്പറിലും കണ്ടുവന്നിട്ടുള്ള റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡീംഡ് ഇൻകം എന്താണ്? ഡീംഡ് ഇൻകം അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം. എന്താണ്? റിപ്പീറ്റ് ചോദ്യമാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, ക്ലബിംഗ് ഓഫ് ഇൻകം എന്താണ്? റിപ്പീറ്റ് ചോദ്യമാണ് കേട്ടോ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഡീംഡ് ഇൻകം അല്ലെങ്കിൽ അഗ്രിഗേഷൻ ഓഫ് ഇൻകം എന്താണ്? അതുപോലെ തന്നെ ക്ലബിംഗ് ഓഫ് ഇൻകം എന്താണ്? 2 മാർക്സിൻ്റെ നമ്മൾ മിക്ക പേപ്പറിലും കാണാറുണ്ട്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ്, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്, അതിൻ്റെ ഡിഫറൻസോ അല്ലെങ്കിൽ കൺസെപ്റ്റ്. സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ലാസ്റ്റ് 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ എല്ലാ പേപ്പറിലും നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്, അതിൻ്റെ കൺസെപ്റ്റ് കേട്ടോ. നിർബന്ധമായും പഠിച്ചിരിക്കണം. ചിലപ്പോൾ എൻ്റെ എന്താണ് സിമ്പിൾ തിയറി കൺസെപ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ എൻ്റെ ഡിഫറൻസ് ആയിരിക്കും ചോദിക്കുക. സോ ദാറ്റ്സ് അബൌട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി ടാക്സബിൾ ഇൻകത്തിൻ്റെ കേസിൽ മൈനർ ചൈൽഡിൻ്റെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഹൗ വിൽ യു കൺസിഡർ taxable income received by a minor child? ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, അത് നോക്കണം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. CBDT എന്താണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് അതോറിറ്റി, അതിനെ പറ്റിയിട്ട് എഴുതാൻ. അതുപോലെ തന്നെ പാൻ എന്താണ്? അതിൻ്റെ പർപ്പസ് ചോദിച്ചിട്ടുള്ളതാണ്, റിപ്പീറ്റ് ചോദ്യമാണ്, പർപ്പസ് ഓഫ് പാൻ. അതുപോലെ തന്നെ മറ്റൊരു റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ്, 3 കൺസെപ്റ്റ് ഉണ്ട്. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, അതുപോലെ തന്നെ TDS, അതുപോലെ തന്നെ TCS. ഈ 3 കാര്യങ്ങൾ അണ്ടർ ഇൻകം ടാക്സ്. കാരണം ഇത് GST-യിലുണ്ടേ, അപ്പോൾ രണ്ടിലും ചോദിക്കാറുണ്ട് ഇൻകം ടാക്സ്. അപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് കൺസെപ്റ്റ്, TDS, TCS, 3ൻ്റെയും കൺസെപ്റ്റ്. ഇതൊക്കെ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് ആ രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കണം കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് റിക്കവറി ഓഫ് ടാക്സ് എന്താണ്? ചോദിച്ചിട്ടുള്ളതാണ്, നിർബന്ധമായും പഠിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ റിട്ടേൺ ഓഫ് ഇൻകം എന്താണ്? അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ നിർബന്ധമായും പഠിക്കണം. ഞാൻ ടൈപ്സ് എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. ടൈപ്സ് ഓഫ് റിട്ടേൺ. ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേണിൽ ഏതെങ്കിലും ഒരു റിട്ടേൺ നമുക്ക് 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. മിക്ക പേപ്പറിലും കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അതിപ്പോൾ ബിലേറ്റഡ് റിട്ടേണോ ഡിഫക്റ്റീവ് റിട്ടേണോ അങ്ങനെ പലതരത്തിലുണ്ട്. അതിൽ വരുന്നത് ബിലേറ്റഡ് റിട്ടേൺ, ആനുവൽ റിട്ടേൺ, പലതരത്തിലുള്ള റിട്ടേൺ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കാണാൻ സാധിക്കും.
അതിൽ അതുപോലെ തന്നെ ഇ ഫയലിംഗ് ഓഫ് റിട്ടേൺ എന്താണ്? ഇ ഫയലിംഗ് ഓഫ് റിട്ടേൺ എന്താണ്? ഓക്കെ. അതുപോലെ തന്നെ ഡിഫക്റ്റീവ് റിട്ടേൺ. അപ്പോൾ റിട്ടേണിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിർബന്ധമായും അത് നോക്കിയിരിക്കണം. നെക്സ്റ്റ് അസസ്മെൻ്റ് എന്താണ്? അതിലത്തെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാ പേപ്പറിലും നമ്മൾ കണ്ടുവരാറുള്ളതാണ്. ഏതെങ്കിലും ഒരെണ്ണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഒരു 3-5 ഉണ്ട്. അതിലിപ്പോൾ പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ് ഒരെണ്ണമുണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്, ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളതാണ്. ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും സെൽഫ് അസസ്മെൻറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. നിർബന്ധമായും അത് നോക്കിയിരിക്കണം. നെക്സ്റ്റ് മാർജിനൽ റിലീഫ് എന്താണ്? ഇൻകം ടാക്സിൽ റിലീഫ് ഓഫ് ടാക്സ്. അതുപോലെ തന്നെ റിബേറ്റും മാർജിനൽ റിലീഫും എല്ലാ പേപ്പറിലും മാറി മാറി വരുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A നിർബന്ധമായി നോക്കിയിരിക്കണം. മാർജിനൽ റിലീഫോ അല്ലെങ്കിൽ റിബേറ്റോ നമ്മൾ മാറി മാറി കണ്ടുവന്നിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഈ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സിൻ്റെ ഒക്കെ പ്രൊവിഷൻസ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സിൻ്റെ പ്രൊവിഷൻസ് നോക്കണം കേട്ടോ. പ്രൊവിഷൻസ് എന്താണെന്ന് മാത്രമല്ല അതിൻ്റെ പ്രൊവിഷൻസ്. ഓക്കെ, സോ അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. മൂവിങ് ടു നെക്സ്റ്റ് സജഷൻ. നമ്മൾ ഇതിനായിട്ട് മുമ്പ് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഡിഫറൻറ്റ് വേയ്സ് ഓഫ് കളക്ടിങ് ഇൻകം ടാക്സ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് ഏരിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ ഗ്രോസ് ടോട്ടൽ ഇൻകം അത് കോമൺ ക്വസ്റ്റ്യൻ ആണ്. അത് ശരിക്കും പറഞ്ഞാൽ 5th നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. ഇനി GST ഏരിയയിലോട്ട് വരുന്ന സമയത്ത് GST എന്താണ്, അതുപോലെ തന്നെ GST ഡിഫറെൻറ്റ് ടൈപ്സ് അത് ചോദിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CGST, SGST, UTGST, IGST. ഇതിൻ്റെ കൺസെപ്റ്റ് നോക്കണം കേട്ടോ GSTയുടെ. അതൊരെണ്ണം. പിന്നെ മറ്റൊരു ചോദ്യം GST കൗൺസിൽ, അതുപോലെ തന്നെ GSTN എന്താണ്, GST നെറ്റ്വർക്ക്, GSTIN. അപ്പോൾ ഇതൊക്കെ കണ്ടുവന്നുള്ള ചോദ്യങ്ങളാണ്. പിന്നെ മറ്റൊരു ചോദ്യം കണ്ടൻസ് ഓഫ് GST ഇൻവോയ്സസ് കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ചോദ്യം. പിന്നെ GST രജിസ്ട്രേഷൻ എന്താണ്, അതിൻ്റെ ക്യാൻസലേഷൻ. GST രജിസ്ട്രേഷൻ്റെ ക്യാൻസലേഷനുള്ള പല കണ്ടീഷൻസ് ഉണ്ട്, നോക്കണം കേട്ടോ. കണ്ടീഷൻസ്, ക്യാൻസലേഷൻ, GST രജിസ്ട്രേഷൻ്റെ കൺസെപ്റ്റും അതിൻ്റെ ക്യാൻസലേഷൻ, ആ കാര്യങ്ങളൊക്കെ. ദെൻ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ITC എന്താണ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ദെൻ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ കാസ്കാഡിങ് ഇഫക്റ്റ് എന്താണ്, നിർബന്ധമായും പഠിക്കണം. ദെൻ നെക്സ്റ്റ് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്താണ്, മറ്റൊരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ്. പിന്നെ റീഫണ്ട് ഓഫ് ടാക്സ് അണ്ടർ GST കൺസെപ്റ്റ് നോക്കിയിരിക്കണം. പിന്നെ 3 ലെഡ്ജേഴ്സ് അതിനെ പറ്റിയിട്ട്, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, ക്രെഡിറ്റ് ലെഡ്ജർ, ലൈബിലിറ്റി ലെഡ്ജർ, അതിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. 3 ലെഡ്ജേഴ്സ് മെയിൻറ്റെയിൻഡ്
ബൈ GST നെറ്റ്വർക്ക്. നോക്കിയിരിക്കണം. ക്യാഷ് ലെഡ്ജർ, ക്രെഡിറ്റ് ലെഡ്ജർ, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നേരത്തെ വിട്ടുപോരണം ന്യൂ, അത് ഇൻകം ടാക്സ് ആണ് കേട്ടോ. ന്യൂ ടാക്സ് റെജീം, മറ്റേ സെക്ഷൻ അണ്ടർ സെക്ഷൻ 115 BAC, അത് നമ്മൾ ന്യൂ ടാക്സ് റെജീം കൺസെപ്റ്റ്, അതിൻ്റെ റേറ്റ്, അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ ഇതിൽ നെക്സ്റ്റ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, അതുപോലെ തന്നെ ടാക്സബിൾ പേഴ്സൺ ആരാണ്? അപ്പം ഇത് കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ചോദ്യം. ദെൻ ക്രെഡിറ്റ് നോട്ട്, അതുപോലെ തന്നെ ഡെബിറ്റ് നോട്ട് എന്താണ്? പിന്നെ HSN കോഡ്, സാക്ക് HSN അത്. പിന്നെ നെക്സ്റ്റ് എല്ലാ പേപ്പറിലും GSTR, അതിലേതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. ഇപ്പം 9 അതുപോലെ തന്നെ GSTR 9B ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണം. അതിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. 9B ഏതെങ്കിലും ഒരെണ്ണമൊക്കെ GSTRൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണം കണ്ടുവന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ഇ-വേ ബിൽ എന്താണ്? അതുപോലെ തന്നെ ബിൽ ഓഫ് സപ്ലൈ എന്താണ്? ദെൻ സ്പെഷ്യൽ ഓഡിറ്റ് എന്താണ്? ഓക്കെ, ഇതൊക്കെ കണ്ടുവന്നിട്ടുള്ള മറ്റു. പിന്നെ വിട്ടുപോയത് പറഞ്ഞാൽ സീറോ റേറ്റഡ് സപ്ലൈ എന്താണ്? ദെൻ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ടോപ്പിക്കാണ്, അതിൽ നിന്ന് ചോദ്യങ്ങൾ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അതാണ് ടൈം ഓഫ് സപ്ലൈ. ഞാൻ ഷോർട്ടാക്കിയതെന്നുള്ള ടൈം ഓഫ് സപ്ലൈ, TOS, പ്ലേസ് ഓഫ് സപ്ലൈ, POS, വാല്യൂ ഓഫ് സപ്ലൈ. ഇത് ഇതുവരെയായിട്ട് ചോദിച്ചിട്ടില്ല കേട്ടോ. ഞാൻ എന്നാലും അതെന്താണെന്ന് നോക്കി വെച്ചോളൂ, അത് മറ്റൊരു ചോദ്യം. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് TDS, ഇതിൽ GSTയിലുള്ളത് ചോദിക്കാറുണ്ട്. TDS അണ്ടർ GST നോക്കിയിരിക്കണം. പിന്നെ മറ്റൊന്നാണ് സെർച്ച് GSTയിൽ, സെർച്ച് GST, അതുപോലെ തന്നെ CCA, ഈ കൺസെപ്റ്റ് നോക്കി വെച്ചോളൂ. CCA, സീസ് അണ്ടർ GST, അത് നോക്കി വെക്കണം. ഓക്കെ, അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. അണ്ടർ GST. TDS നമുക്ക് എവിടെയും കാണാം, ഇൻകം ടാക്സിൻ്റെയിലും ഉണ്ട്. ഇതിൽ GST ആണ് എങ്കിൽ അവർ GSTന്ന് എടുത്ത് പറയും. അപ്പോൾ ആ രീതിയിൽ ആൻസർ ചെയ്യാം കേട്ടോ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. സീറോ റേറ്റഡ് സപ്ലൈ ഇതിനേക്കാൾ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. സീറോ റേറ്റഡ്, എക്സംപ്റ്റഡ്, ടാക്സബിൾ അല്ലേ. ദെൻ സപ്ലൈ എന്താണെന്ന് തന്നെ അത് നോക്കണം, നമ്മുടെ ബേസ് അതാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ കൂടെ അതും കൂടി എഴുതി വയ്ക്കാം. സപ്ലൈ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് GSTയുടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ള 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ. 15 ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. നമ്മളൊരു 22 സജഷൻസ് ഇതിൽ നൽകിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കണ്ടുവന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് 15 എണ്ണം നിർബന്ധമായും ലഭിച്ചിരിക്കും. സോ ഇതാണ് ആദ്യത്തെ. ഡീംഡ് ഇൻകം അല്ലെങ്കിൽ അഗ്രിഗേഷൻ ഓഫ് ഇൻകം എന്താണ്? ക്ലബിംഗ് എന്താണ്? സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ദെൻ മൈനർ ചൈൽഡ് ട്രീറ്റ്മെൻറ്റ്, CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. പാൻ എന്താണ്, അതിൻ്റെ പർപ്പസ്? അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. TDS എന്താണ്? TCS എന്താണ്? പിന്നെ റിക്കവറി ഓഫ് ടാക്സ് എന്താണ്? ദെൻ റിട്ടേൺ ഓഫ് ഇൻകം, റിട്ടേൺ ഓഫ് ലോസ് നോക്കിയിരിക്കണം. ടൈപ്സ് ഓഫ് റിട്ടേണിൽ ഏതെങ്കിലും ഒരെണ്ണം, ബിലേറ്റഡോ അതുപോലെ ഡിഫക്റ്റീവ് റിട്ടേണോ. ദെൻ ഫയലിംഗ് ഓഫ് റിട്ടേൺ എന്താണ്? അസസ്മെൻറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം. ടൈപ്സിൽ പ്രൊട്ടക്റ്റീവോ, ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ്, സെൽഫ്. പിന്നെ മാർജിനൽ റിലീഫ് എന്താണ്? റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A നോക്കിയിരിക്കണം. പിന്നെ ഡിഫറെൻറ്റ് വേസ് ഓഫ് കളക്ടിങ് ഇൻകം ടാക്സ്. പിന്നെ GST എന്താണ്?
പലതരത്തിലുള്ള ജി എസ് ടി ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം. ജി എസ് ടി കൗൺസിൽ എന്താണ്, ജി എസ് ടി നെറ്റ്വർക്ക് എന്താണ്, പിന്നെ കണ്ടൻസ് ഓഫ് ജി എസ് ടി ഇൻവോയ്സസ്, ജി എസ് ടി രജിസ്ട്രേഷൻ എന്താണ്, അതിൻ്റെ ക്യാൻസലേഷൻ, അതിൻ്റെ കണ്ടീഷൻസ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഐ ടി സി എന്താണ്, ദെൻ കാസ്കാഡിംഗ് ഇഫക്റ്റ് എന്താണ്, അഗ്രിഗേറ്റ് ടേൺ ഓവർ, റീഫണ്ട് ഓഫ് ടാക്സ് അണ്ടർ ജി എസ് ടി, പിന്നെ 3 ഇ ലെഡ്ജേഴ്സ്, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, ക്രെഡിറ്റ് ലെഡ്ജർ, ലൈബിലിറ്റി രജിസ്റ്റർ, പിന്നെ ന്യൂ ടാക്സ് റിജീം, പിന്നെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, എച്ച് എസ് എൻ കോഡ്, സാക്ക്, ജി എസ് ടി ആറിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇ വേ ബില്ല്, ബിൽ ഓഫ് സപ്ലൈ, സ്പെഷ്യൽ ഓഡിറ്റ്, സീറോ റേറ്റഡ് സപ്ലൈ, പിന്നെ സപ്ലൈ എന്താണ്, ടൈം ഓഫ് സപ്ലൈ, വാല്യൂ ഓഫ് സപ്ലൈ, പ്ലേസ് ഓഫ് സപ്ലൈ, ദെൻ ടി ഡി എസ് അണ്ടർ ജി എസ് ടി ഉണ്ട്, സെർച്ച് എന്താണ്, സി സി പെനാൽറ്റി, ഇതിൻ്റെ കൺസെപ്റ്റുകൾ നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 2 മാർക്സിൻ്റെ എന്തായാലും ഉറപ്പായും പ്രതീക്ഷിക്കുന്നത്. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ വരുന്നത് ഇതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതാണ്, ആൻഡ് ഫൈനലി ഇതാണ് കേട്ടോ. സോ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.